ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ ആരാണ്? രാശിയുടെ അധിപനാണ്. ഒരു രാശിധിപൻ ഏത് ഭാവത്തിൽ വന്നാൽ നല്ലതാണ്. ഇവിടെ സൂര്യൻ എവിടെ നിൽക്കുന്നു? ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം അത് ലഗ്നാധിപനാണ്. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ നിൽക്കുന്നത് 12-ലാണ്. 12-ൽ വരുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? പതിതസ്തുരിപ്പേ, വീഴ്ച വരും, പാതിഥ്യം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് 12-ാം ഭാവം? പാപം, വ്യംജ, പതനം, നിരയം, വാമം, അമ്പകം, ഇടത്തെ കണ്ണ്, പാപം, വ്യയം, ദുർച്ചലവുകൾ, പതനം, സ്ഥാനഭ്രംശം, വൈകല്യം, ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, സ്ഥാന ചലനങ്ങൾ. സൂര്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സൂര്യൻ അസ്ഥികാരകനാണ്. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. നടുവേദന വളരെയധികം വരും. പലപ്പോഴും മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും.
ഇവിടെ വ്യാഴം 5-ാം ഭാവാധിപനാണ്. മക്കളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ഉണ്ടാകും. പല കാര്യത്തിലും അതികഠിനമായ തീരുമാനങ്ങൾ വരുമ്പോൾ ഫാമിലി ലൈഫിൽ മക്കളും ഭാര്യയുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാൻ യോഗം വളരെ കൂടുതലാണ്. വളരെയധികം ശ്രദ്ധിക്കണം. 12-ൽ സൂര്യൻ വീണു. രവിർ ദ്വാദശയെ നേത്രദോഷം കരുതും. 12-ലെ സൂര്യൻ കണ്ണു രോഗത്തെ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇടത്തെ കണ്ണ്. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീ. ശത്രുവുമായി ബന്ധപ്പെടുന്ന സമയത്ത് താൻ വിജയിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പലപ്പോഴും യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. കേസിലൊക്കെ ജയിക്കുക എന്നൊരു ഫലമാണ്. സ്ഥിതേലിപ്സിയ ലിയതേ ദേഹദുഃഖം. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീര സുഖദുഃഖങ്ങൾ നോക്കാതെ ജോലി ചെയ്യേണ്ടി വരും. പിതൃവ്യാവത. അച്ഛൻ മുതലായവർക്ക് ആപത്തുണ്ടാകും. പ്രത്യേകിച്ച് കർക്കിടക മാസം നിർബന്ധമായും പ്രതികർമ്മങ്ങൾ, ശ്രാദ്ധം, പിന്നീട് ബലികർമ്മങ്ങൾ, തിരുനെല്ലി പോവുക. കാരണം കർക്കിടക മാസത്തിലെ വാവിനാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ചിങ്ങൻ രാശിക്കാർ നിർബന്ധമായും ഈ കർക്കിടക വാവ് നിർബന്ധമായും പിതൃകർമ്മം അനുഷ്ഠിക്കണം. അതിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഹാനിരധ്വപ്രദേശി. വഴിയിൽ അപകടമുണ്ടാകും, ശ്രദ്ധിച്ചു കൊള്ളണം. യാത്രയിൽ അപകടങ്ങളുണ്ടാവുക, പ്രകോപിതനാകാതിരിക്കുക. ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർ ആത്മനിയന്ത്രണം പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ നിർബന്ധമായും രോഗസ്ഥാനത്തേക്ക് സൂര്യൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ശാരീരികമായി അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ബോൺ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, അപ്രകാരം തന്നെ വീഴ്ച, പാദങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. നന്നായി വഴിപാടുകൾ ചെയ്യുക. നന്ദി, നമസ്തേ.